ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു ഗ്രേവി മോഡൽ ഒരു കറിയാട്ടോ, ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ റെഡ് ചില്ലി സോസ്, ഒരു സ്പൂൺ സോയ സോസ്, ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ നന്നായി മിക്സ് ആക്കി, കൂടെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടിയില്ലാതെ കലക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ലാസ്റ്റ് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ കേട്ടോ. കട്ട ഒട്ടും ഇല്ലാതെ പാടില്ല. ഞാൻ ഇപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ആക്കി കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ സവോള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോ അതിലേക്ക് നമ്മള് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിന്റെ പൊടി അതിട്ടിട്ട് അത് ഇട്ട് മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കാരണം ഓൾറെഡി സോസിൽ ഉപ്പുള്ള കാരണം കുറച്ചിട്ടാ മതി. ഇനി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണേ. പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോ നമുക്ക് സോയ ചങ്ക്സ്, ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 തവണ കഴുകി പിഴിഞ്ഞ് സോയ ചങ്ക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. പക്ഷെ ഇവിടെയാണ് എനിക്ക് പണി വാളിയത്. ഇത്ര ഡ്രൈ ആവണ്ടിരുന്നില്ല, ഉള്ളിലേക്ക് ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്തു. അത് കാരണം നിങ്ങൾ തയ്യാറാക്കുമ്പോ ഇത്ര ഇങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ സോസ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഒന്ന് തിളച്ച് വരുമ്പോ കുറച്ച് മല്ലിയില തൂവാട്ടോ. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, പക്ഷെ ഈ സോയ ചങ്ക്സ് കുറച്ചൊന്നും ഉള്ളിൽ ഹാർഡായി പോയി. എൻ്റെ മോള് പറഞ്ഞത് ജ്യൂസി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് ആയിരുന്നു, പക്ഷെ ഉള്ളിൽ സോഫ്റ്റ് ആവും വേണമെന്നാ പറഞ്ഞത്. പക്ഷെ അതായില്ല, ജ്യൂസി ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. അപ്പൊ നിങ്ങൾ തയ്യാറാക്കുമ്പോ ഇത്ര ഡ്രൈ ആവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇത് ചപ്പാത്തിയുടെ ഒപ്പം, ഫ്രൈഡ് റൈസ്, അങ്ങനെ പൊറോട്ട എന്നിവയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ലതാ. വെജിറ്റേറിയൻ ഡിഷാണ്.